ബാബു ലുബ്സു സിയാബിൽ ബീദ്, വെളുത്ത വസ്ത്രം ധരിക്കുന്നതിൽ പറയുന്ന അധ്യായം എന്ന തലക്കെട്ടിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. 5827 ഹദീസ്. عن أبي ذر الغفاري رضي الله عنه أنه قال, അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നു. വഅലൈഹി സൗബുൻ അബിയദു വഹുവ നായിമ, നബി തങ്ങൾ വെളുത്ത വസ്ത്രം ധരിച്ച് ഉറങ്ങുന്ന അവസ്ഥയിലാണ് ഞാൻ നബി തങ്ങളുടെ അരികിൽ വന്നത്. അപ്പൊ നബി തങ്ങൾ ഉറങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. സുമ്മ അതൈതുഹു വഖദ് ഇസ്തൈഖള, പിന്നെ ഞാൻ വീണ്ടും നബി തങ്ങളുടെ അരികിൽ ചെന്നപ്പോൾ നബി തങ്ങൾ ഉണർന്നിരിക്കുകയാണ്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم مات على ذلك إلا دخل الجنة. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, വ ഇൻ സന വ ഇൻ സറഖ, അയാൾ നേരത്തെ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്ത ആളാണെങ്കിലോ, പക്ഷെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വ ഇൻ സന വ ഇൻ സറഖ, അയാൾ ജീവിതത്തിൽ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഖുൽതു, ഞാൻ ചോദിച്ചു, വ ഇൻ സന വ ഇൻ സറഖ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഇങ്ങനെ തന്നെയാണോ നിയമം എന്നോട് ചോദിച്ചു. ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, വ ഇൻ സന വ ഇൻ സറഖ, ശരി, അയാൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വ്യഭിചരിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിയമം ഇത് തന്നെയാണ്. മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ്, സംശയം വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാൾക്ക് ഈമാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള സാഹചര്യം അയാൾക്ക് ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ചൊല്ലാതെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ച അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നല്ല, അങ്ങനെ വിചാരിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചവരും മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ, അങ്ങനെയും വിചാരിക്കരുത്. ഒക്കെ തെറ്റായ ധാരണകളാണ്. ഈ ആശയത്തിൽ ഈ ഹദീസിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് എന്തായാലും സ്വർഗം സുനിശ്ചിതമാണ്, അത്രേ പറഞ്ഞുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലാതെ മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നതിനർത്ഥമില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്, അയാൾ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം, വ ഇൻ സന വ ഇൻ സറഖ, അയാൾ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുള്ള ആളായിരുന്നെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുമോ നബിയെ? അലാ റഗ്മി അൻഫി അബീ ദർദിൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ
അയാൾ ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ ഇൻദൽ മൗത്ത്, ഈ ഹദീസിൽ പറഞ്ഞ വിവരം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളെ കുറിച്ചോ ഔ ഖബ്ലഹു ഇദാ താബ വനദിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ജീവിതത്തിൽ, അതനുസരിച്ച് ജീവിച്ചു, പക്ഷേ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു, അയാൾ തൗബ ചെയ്ത് മടങ്ങി, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാൾ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞെങ്കിൽ ഗുഫിറ ലഹു, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ മുഴുവനായി പൊറുക്കപ്പെടും എന്ന് തന്നെയാണ് ഈ ഹദീസിൻ്റെ ആശയമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, വെള്ള വസ്ത്രം ധരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശീലമാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. നബിതങ്ങൾക്ക് അല്ലാത്തയും ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, എങ്കിലും നബിതങ്ങളുടെ കൂടുതൽ സമയവും അവിടുന്ന് ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണല്ലോ. സ്വർഗക്കാരായ ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം. സ്വർഗത്തിൽ സ്വർഗക്കാരുടെയും ദുന്യാവിൽ മുഅ്മിനീങ്ങളുടെയും വസ്ത്രമാണ് വെള്ള വസ്ത്രമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വെള്ള വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഴുക്കായാൽ വെള്ള വസ്ത്രം പെട്ടെന്ന് എടുത്തു കാണിക്കും. അതുകൊണ്ട് അഴുക്ക് ആകാതിരിക്കാൻ വേണ്ടി പരമാവധി ജനങ്ങൾ ശ്രമിക്കും. ഇന്നൽ ബയാദ ഖലീലുൽ ഹംദിൽ അദ്ദനസ്, ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇൽബസൂ മിൻ സിയാബിക്കുമുൽ ബയാദ് ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും വഖഫിനു ബിഹാ മൗതാക്കും. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഉത്തമമായ വസ്ത്രം. മാത്രമല്ല, ആ വെള്ള വസ്ത്രം കൊണ്ട് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒന്ന്, വെള്ള വസ്ത്രത്തിൻ്റെ പവിത്രതയാണ് ഈ ഹദീസിൽ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ്. അതുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതാണ് മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠം, ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുബ്തദിഅത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ മുബ്തദിഅകൾ ഖവാരിജുകളാണ്. അവരുടെ വാദം, വൻ പാപങ്ങൾ ചെയ്തു പോയാൽ പിന്നെ ശാശ്വതമായി അവൻ നരകത്തിൽ കിടക്കും എന്നായിരുന്നു. വലിയ പാപമാണത് വ്യഭിചാരം, കള്ളുകുടി, സിഹ്ർ ചെയ്യുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ജീവിതത്തിൽ ചെയ്തു പോയാൽ പിന്നെ അവൻ നരകത്തിൽ ശാശ്വതമായി പ്രവേശിക്കും, കിടക്കും എന്ന ഒരു വാദമായിരുന്നു ഖവാരിജുകൾക്കുണ്ടായിരുന്നത്. ആ ആശയത്തെ ഈ ഹദീസ് പൊളിച്ചു കളയുകയാണ്. കാരണം വ്യഭിചരിച്ച ആളാണെങ്കിൽ പോലും, മോഷണം നടത്തിയ ആളാണെങ്കിൽ പോലും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയണം. അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഖബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.